ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് സ്കോട്ട്ലൻഡിലെ എയർഷെയർ എന്ന് പറയുന്ന സ്ഥലത്തെ ക്രോസ് ഹൗസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ്. ഞാനിങ്ങനെ ഒരു വീഡിയോ പിടിക്കാൻ കാരണം ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡുമായിട്ട് രണ്ട് ഹോസ്പിറ്റലുകളിലും വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു കമ്പാരിസന് വേണ്ടിയിട്ടാണ്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ജസ്റ്റ് ഇപ്പോൾ ഒരു നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ ഇംഗ്ലണ്ടിലെ എല്ലാ ഹോസ്പിറ്റലിലും തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാ ഏനിയിലും തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ സ്കോട്ട്ലൻഡിൽ ഇതിന് മുമ്പും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം കുറേ നാൾ കൂടി വീണ്ടും ഒരു 2-3 ഷിഫ്റ്റ് ഇപ്പോൾ ചെയ്തതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു കമ്പാരിസൺ പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് UK-യും ഓസ്ട്രേലിയയും പോലെ കമ്പയർ ചെയ്യുന്നതായിട്ട് ആരും കണക്കാക്കരുത്. ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിന് വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ സ്കോട്ട്ലൻഡിൽ വർക്ക് ചെയ്യുന്നത് ഒരു നേഴ്സ് എന്ന രീതിയിൽ ഒരുപാട് ഈസിയാണ്. കാരണം ഞാൻ വണ്ടി കയറിയിട്ട് പറയാൻ ബാക്കി. കാരണം ഇംഗ്ലണ്ടിൽ ഒന്നാമത് പേഷ്യൻ്റ് റേഷ്യോ അത് വളരെയധികം കൂടുതലാണ്. ഒരു നേഴ്സിന് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയറിന് കിട്ടുന്നത് 8 അല്ലെങ്കിൽ 10 പേഷ്യൻ്റിനെയൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഇവിടെ സ്കോട്ട്ലൻഡിൽ ഞാൻ ഗ്ലാസ്ഗോയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ക്യൂൻ എലിസബത്തിലും വെയിൽ ഓഫ് ലീവനിലും ഇൻവർക്ലൈഡിലും പിന്നെ ഗ്ലാസ്ഗോ റോയൽ ഇൻഫേമറിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ക്രോസ് ഹൗസ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്തത്. കഴിഞ്ഞ 2-3 ഷിഫ്റ്റ് ഇവിടെ ചെയ്തായിരുന്നു. 2-3 ഷിഫ്റ്റ് ചെയ്തതിൻ്റെ ഒരു ഇതിൽ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് സ്റ്റാഫ് വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ് ഇവിടെ സ്കോട്ട്ലൻഡിലെ ഹോസ്പിറ്റലുകളിൽ കാണുന്നത്. അതുപോലെ തന്നെ യൂണിഫോം ഇവിടെ സ്കോട്ട്ലൻഡിൽ ഫുള്ളായിട്ട്, അത് എവിടെയാണെങ്കിലും ഗ്ലാസ്ഗോയിലാണെങ്കിലും എവിടെയാണെങ്കിലും എഡിൻബറ എവിടെയാണെങ്കിലും സെയിം യൂണിഫോമാണ്, സെയിം യൂണിഫോം കോഡാണ് എല്ലാ സ്റ്റാഫിനും ഉള്ളത്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ പുറമേ നിന്ന് വരുന്ന ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. അതുമാത്രമല്ല എല്ലാ ഹോസ്പിറ്റലിലും സെയിം സോഫ്റ്റ്വെയർ ആണ്. UK-യിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ നമുക്ക് കാണാവുന്നതാണ്. UK-യുടെ ഭാഗമാണ്, UK-യുടെ ഒരു കൺട്രി ആണെങ്കിൽ പോലും ഇവിടെ ഇംഗ്ലണ്ടിൽ പല ഹോസ്പിറ്റലുകളിലും പല സോഫ്റ്റ്വെയർ ആണ്. പുതിയതായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് വളരെയധികം കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു രീതിയിലുള്ള സോഫ്റ്റ്വെയർ ആണ് അവിടെ ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ യൂണിഫോമിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം വളരെയധികം ഇതാണ്. പിന്നെ കാർ പാർക്കിങ് ഇംഗ്ലണ്ടിൽ അതുപോലെ കൊല്ലുന്ന പൈസയാണ് മേടിക്കുന്നത്, എന്നിട്ട് പോലും അവിടെ സ്പേസ് ഇല്ല. പക്ഷെ ഇവിടെ സ്കോട്ട്ലൻഡിൽ ഇവിടെ ഏത് ഹോസ്പിറ്റലിൽ NHS വന്നാലും സ്റ്റാഫിന് മാത്രമല്ല പേഷ്യൻസിനും എല്ലാം പാർക്കിങ് ഫുൾ ഫ്രീ ആണ്. അതുപോലെ ഇഷ്ടം പോലെ സ്പേസും ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെയൊന്നും കാർ പാർക്കിൽ സ്പേസ് ഫ്രീ ആയിട്ടുണ്ടായിരുന്നിട്ട് പോലും നമുക്ക് ഇംഗ്ലണ്ടിൽ ഒന്നും കാണാൻ പറ്റില്ല. ശരിയാണ്, ഇംഗ്ലണ്ടിൽ സ്കോട്ട്ലൻഡിനേക്കാളും ഒരു 10 ഇരട്ടി പോപ്പുലേഷൻ ഉണ്ട്, ശരിയാണ്. പക്ഷെ എങ്കിൽ പോലും ഇവിടുത്തെ ആ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം അടിപൊളിയാണ്, എല്ലാവർക്കും ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. പിന്നെ സ്റ്റാഫാണെങ്കിലും നമ്മുടെ അടുത്ത് ആ ഒരു ഫ്രണ്ട്ലി അപ്രോച്ചിലാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നതും എല്ലാം. പിന്നെ ബ്രേക്ക് സിസ്റ്റം ഇംഗ്ലണ്ടിൽ നമ്മളൊരു ഏനിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ഹാഫ് ആൻ അവർ ആണ് കിട്ടുന്നത്. ചില ഹോസ്പിറ്റലുകളിൽ നമുക്ക് ഫസ്റ്റ് ബ്രേക്ക് ഒരു 10 മിനിറ്റ്സ് അല്ലെ 15 മിനിറ്റ്സ്, സെക്കൻഡ് ബ്രേക്ക് ഒരു ഹാഫ് ആൻ അവർ അല്ലെ 40 മിനിറ്റ്സ്. ഇവിടെ എങ്ങനെയാണെങ്കിലും എത്ര തിരക്കുള്ള സ്ഥലമാണെങ്കിലും HDU ആണെങ്കിലും അല്ലെങ്കിൽ ITU അല്ലെങ്കിൽ ഇതിപ്പം ഏനിൽ HDയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഏനിലും വർക്ക് ചെയ്തിട്ടുണ്ട്, ITU വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ 2 സ്ഥലത്തും 2 മണിക്കൂർ മിനിമം നമുക്ക് ബ്രേക്ക് കിട്ടിയിരിക്കും. സ്റ്റാഫ് വെൽബീയിങ് വളരെയധികം നോക്കുന്ന ഒരു സ്ഥലമാണ് സ്കോട്ട്ലൻഡിലെ ഹോസ്പിറ്റലുകൾ. പിന്നെ പേഷ്യൻസിൻ്റെ കാര്യം ഞാനങ്ങനെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എങ്കിൽ പോലും ഇവിടെ വളരെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പേഷ്യൻസാണ്. ഞാനിതൊരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രം വർക്ക് ചെയ്തതിൻ്റെ ഇതിലല്ല പറയുന്നത്, എക്സ്പീരിയൻസിലല്ല പറയുന്നത്. ഞാൻ ഏനിയിലും HDയിലും അതുപോലെ തന്നെ വാർഡുകളിലും വർക്ക് ചെയ്തതിൻ്റെ ഒരു അനുഭവത്തിലാണ് ഞാനിതെല്ലാം പറയുന്നത്. പിന്നെ സ്കോട്ട്ലൻഡിൽ താമസിക്കുന്നവർക്ക് അറിയാവുന്നതാണ്, ഇവിടെ യൂണിവേഴ്സിറ്റി ഫീസ് ഫ്രീ ആണ്. സ്കോട്ട്ലൻഡ് റെസിഡൻ്റ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു 3 വർഷമൊക്കെ താമസിച്ച് കഴിഞ്ഞ് ഇവിടെ റെസിഡൻ്റ് ആയി കഴിഞ്ഞാൽ, സ്കോട്ട്ലൻഡിലെ റെസിഡൻ്റ് ആയി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഫീസ് ഫ്രീ ആണ്. ഇംഗ്ലണ്ടിൽ നമുക്കറിയാം 10 ലക്ഷം 15 ലക്ഷം ഒക്കെ കൊടുത്തിട്ടാണ് യൂണിവേഴ്സിറ്റിയിൽ വരെ എല്ലാവരും പഠിക്കുന്നത്. അതുപോലെ തന്നെ ബസ് പാസ് 20 വയസ്സിൽ താഴെയുള്ള എല്ലാവർക്കും ബസ് പാസ് ഫ്രീ ആണ്. പിന്നെ 60 വയസ്സിന് മുകളിലോട്ടും ബസ് പാസ് ഫ്രീ ആണ്. നമ്മുടെ ഇംഗ്ലണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം 18 വയസ്സിന് താഴെയുള്ളവർക്ക് ബസ് പാസ് ഫ്രീ ആണ്, പക്ഷെ അവർ ഫുൾ ടൈം എഡ്യൂക്കേഷനിലായിരിക്കണം. അതുപോലെ തന്നെ 65 വയസ്സ് കണ്ട് കഴിഞ്ഞാലാണ് നമുക്കൊരു ഫ്രീഡം പാസ് കിട്ടുള്ളൂ. പിന്നെ ഇംഗ്ലണ്ടിൽ ഡെന്റൽ ചെക്കപ്പ്, ഐ ടെസ്റ്റ് ഫ്രീ ആണ്, ശരിയാണ്. ഡെന്റൽ ചെക്കപ്പ് ഒന്നും ഫ്രീ അല്ല, നമുക്കറിയാം. അതുപോലെ കാശ് കൊടുത്താൽ മാത്രമാണ്
ഇംഗ്ലണ്ടിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ പിള്ളേർക്കൊക്കെ ഫ്രീ ഉണ്ട്, ശരിയാണ്. അതിനുവേണ്ടിയും അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി, ആ ഒരു ഡെന്റൽ പ്രാക്ടീസിൽ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. പക്ഷേ ഇവിടെ സ്കോട്ട്ലൻഡിൽ ഡെന്റൽ ചെക്കപ്പും ഐ ചെക്കപ്പും എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സർവീസാണ്. പിന്നെ പേഴ്സണൽ കെയർ, അങ്ങനെയുള്ള ചൈൽഡ് ബെനിഫിറ്റുകൾ എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ചൈൽഡ് ബെനിഫിറ്റൊക്കെ ആണെങ്കിലും ആഴ്ചയിൽ ഇവിടെ സ്കോട്ട്ലൻഡിൽ കിട്ടുമെന്നാണ് പറയുന്നത്. ഇംഗ്ലണ്ടിലാണെങ്കിലും മാസത്തിലാണ് നമുക്ക് ചൈൽഡ് ബെനിഫിറ്റ് കിട്ടുന്നത്. അങ്ങനെ ഒരുപാട് 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 ബെനിഫിറ്റുകളുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഇതിനു മുമ്പാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ബർസറി പ്രോഗ്രാം അത് ഈ സ്കോട്ട്ലൻഡിൽ അല്ലെങ്കിൽ വെയിൽസിലൊക്കെയാണ് വരുന്നത്. ഇംഗ്ലണ്ടിൽ ഈ പറഞ്ഞ ഒരു സംഭവമില്ല. പഠിക്കാൻ എല്ലാത്തിനും കാശ് കൊടുത്തിട്ടുള്ള പരിപാടിയുള്ളൂ. അങ്ങനെ ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ്, എൻ്റെ ഒരു അനുഭവത്തിൻ്റെ ഇതിൽ പറയുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾ സ്കോട്ട്ലൻഡിൽ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലായിട്ട് കമ്പയർ ചെയ്തതിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. എനിക്ക് എന്തുകൊണ്ടോ ഇവിടെ വർക്ക് ചെയ്ത ഇത്രയും ഷിഫ്റ്റ് എല്ലാം എനിക്ക് നല്ല സ്മൂത്തായിട്ടാണ് തോന്നിയത്. ഇവിടെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണാവുന്നതാണ്, അവിടെ എല്ലാം പേഷ്യൻസ് നമ്മുടെ അടുത്ത് ഒരുപാട് വയലൻ്റ് ആയിട്ടൊക്കെ, അഗ്രസീവായിട്ടൊക്കെ, അല്ലെങ്കിൽ വെർബലി അബ്യൂസീവായിട്ടൊക്കെ പെരുമാറാറുണ്ട്. പക്ഷേ ഇവിടെ സ്കോട്ട്ലൻഡിൽ ഞാൻ ഏനിൽ ആണ് കൂടുതലും ഷിഫ്റ്റ് ചെയ്തത്. എന്നിട്ട് പോലും നമുക്കങ്ങനെ ആ ഒരു പേഷ്യൻസിൻ്റെ ആ ഒരു എക്സ്പെരിമെൻറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എല്ലാവരും വളരെയധികം ഫ്രണ്ട്ലിയാണ്, വളരെയധികം പൊളൈറ്റാണ്, താങ്ക്ഫുള്ളാണ് ഇവിടുത്തെ പേഷ്യൻസ് എല്ലാം. അപ്പോൾ ഇവിടുത്തെ ആകെ ഒരു പ്രശ്നം എന്ന് എനിക്ക് തോന്നിയത് ഇവിടുത്തെ ആ ഒരു സ്ലാങ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ജസ്റ്റ് എനിക്കിതൊന്ന് പറയണമെന്ന് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നതാണ്, ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴെല്ലാം വിചാരിക്കുന്നതാണ്. പക്ഷേ ഇന്നിപ്പം കുറച്ചും കൂടെ എനിക്കൊന്ന് അതൊന്ന് എല്ലാവരോടും കൂടെ പറയണമെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾ ഇതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയി. സാറിന് ഞാൻ ഇത്രയും ലോങ് ആയിട്ടുള്ള വീഡിയോ പറയാറില്ല. ഇതിപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നതിൻ്റെ ആ ഒരു ക്ഷീണവും പിന്നെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടും ആണ് ഇത്രയും വീഡിയോ നീണ്ടുപോയത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറ. താങ്ക് യു.